ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് സ്പെഷ്യലാണ്, കാരണം ഇതൊരു ഹൈദരാബാദി സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത്. ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അതായത് നമ്മളുടെ നാടൻ ചിക്കൻ കറിയുടേതുപോലോ അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ്റെയോ ഒന്നും ഒരു ടേസ്റ്റ് അല്ല. ഒരു നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ ആ സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു മസാലക്കൂട്ട് റെഡിയാക്കുന്നുണ്ട്, വളരെ ചെറുത്. ഞാനൊരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ മല്ലി, അതായത് മുഴുവനായിട്ടുള്ള മല്ലി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ മതി, 1 ടീസ്പൂൺ നല്ല ജീരകം. ഈ 3 സാധനങ്ങളൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കുന്ന വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആവണം. ഫ്രൈ ആക്കിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുക്കില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തതുള്ളൂ. അതായത് മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ ഫ്ലേക്സ് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് നമ്മൾ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ പീസസ് ഒന്ന് കാണാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മസാല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് കാണിച്ചു തരാമേ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കിലോ ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 കപ്പ് തൈര്. തൈര് ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, നിങ്ങളത് മിസ് ചെയ്യല്ലേ. അപ്പോൾ തൈരും ചേർത്തിട്ട് പിന്നെ ചേർക്കുന്നത് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത്രയും വെച്ചിട്ട്, അതൊരു ചെറിയ റേഷൻ ഇഞ്ചി, 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും ഞാൻ പേസ്റ്റ് ആക്കി എടുത്തു. അപ്പോൾ പച്ചമുളക് നിങ്ങൾ മിസ് ചെയ്യരുത്, പച്ചമുളക് ഉറപ്പായിട്ടും ചേർക്കണം. പച്ചമുളകോട് ചേർത്ത് വേണം അരയ്ക്കാൻ. അപ്പോൾ അതൊരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്, അത്ര ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് പിന്നെ ഇതാണ് നമ്മളാ പൊടിച്ച മസാല. അപ്പോൾ ഇത്രയായിട്ടാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. ഒരുപാട് ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല, ചെറിയ പീസസ് ആയിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് മസ്റ്റാണ്, നല്ല ടേസ്റ്റ് നൽകുന്ന ഒരു മസാലയാണ്, നിങ്ങൾ ചേർക്കണം. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും, പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ ലെമൺ പിഴിഞ്ഞത് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, അതിൽ കുറച്ച് പുതിനയില, ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ വെക്കുന്നുണ്ട്. ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് ഞാൻ ഒരു ഒനിയൻ എടുത്ത് നന്നായിട്ട് നമ്മൾ ഈ ബിരിയാണിയുടെ ടോപ്പിലൊക്കെ ഇടാൻ വേണ്ടി ഫ്രൈ ഇല്ലേ, അതുപോലെ ഫ്രൈ ചെയ്തെടുത്താണ്. എന്നിട്ട് നമുക്ക് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഈ കൂട്ടിനകത്തോട്ട് നമുക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു ഒരു ഒനിയനാണ് കേട്ടോ, ഒരു മീഡിയം സൈസുള്ള ഒനിയനാണ് വറുത്തെടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഈ മാരിനേഷൻ എന്ന് പറയുന്നത് ഹൈദരാബാദി ചിക്കൻ കറിയിലെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. അപ്പം നമ്മൾ അതിനകത്ത് മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാരിനേഷനാണ്. ഈ ചിക്കനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചിക്കൻ കറിക്ക് ടേസ്റ്റ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി മസാലയ്ക്കുള്ളതൊക്കെ ചെയ്യാം. അപ്പം ഒരു 1/2 മണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാനുള്ളത് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒനിയൻ വറുത്ത അതേ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ വരുന്നുണ്ട്. ഈ ഹൈദരാബാദ് ബിരിയാണിക്കകത്ത് ഓയിലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഞാനൊരു 2 ഒനിയൻ സവാള, മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. സവാളയുടെ എണ്ണ നിങ്ങൾക്ക് കൂടുക കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഓയിലിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തിരി ഉപ്പൂടൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഈ ഒനിയൻ ഒന്ന് ഇളക്കി ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കുറച്ച്, നമ്മൾ ഓൾറെഡി ജിഞ്ചർ ഗാർലിക്കൊക്കെ ചേർത്തിട്ടുണ്ട്, ഒരു വളരെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ അത്യാവശ്യം ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം വറുത്തതാണ്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ ഗരം മസാലയും ബാക്കി മസാലയൊക്കെ നമ്മൾ മാരിനേഷനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഇത്രയും മാത്രം ആ ഗ്രേവിക്കുള്ള കുറച്ച് മസാല മാത്രമേ നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഈ ബിരിയാണിയുടെ ടേസ്റ്റ് എല്ലാം പിന്നെ മസാലയ്ക്കകത്താണ്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്, തക്കാളി പേസ്റ്റ്. അപ്പം
നിങ്ങളുടെ തക്കാളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഇതിനകത്തിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. തന്നെയല്ല, ഈ ഹൈദരാബാദി ചിക്കൻ കറിയിൽ തക്കാളി അധികം ചേർക്കില്ല, കാരണം നമ്മൾ ഓൾറെഡി തൈരും ലെമണും ഒക്കെ ചേർത്ത് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരിക്കും. തക്കാളി സാധാരണ കുറവാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചിക്കൻ ഒരു 15 മിനിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കട്ടെ. നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത മസാലക്കൂട്ട് എന്തായാലും ചെയ്യണം കേട്ടോ, കാരണം അതിങ്ങനെ നല്ലതായിട്ട് വറുത്ത് പൊടിക്കുമ്പോഴേ ഒരു നല്ല മണമൊക്കെയാണ്. ആ ഒരു മണവും ആ ഒരു ടേസ്റ്റുമാണ് കംപ്ലീറ്റ് ഈ ചിക്കൻ കറിക്ക് ഫുള്ളുള്ളത്. അപ്പോൾ നിങ്ങളത് ഒഴിവാക്കരുതേ. പിന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ചിക്കൻ നമുക്ക് എന്തായാലും മുഴുവനായിട്ട് കുക്കാവണം. അപ്പോൾ ഞാനൊരു 20-25 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ മേലിട്ട് പൊങ്ങി വന്ന് നല്ല റെഡി ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്തൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് വീണ്ടും കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇപ്പം ചിക്കൻ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനൊന്ന് ഇളക്കട്ടെ. ഇപ്പം ഇത് നന്നായിട്ട് മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ച് ചിക്കനകത്ത് പിടിച്ചിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉപ്പും മസാലയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഇനി എന്നിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, എനിക്കൊരു ഇത്തിരി കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം എരിയൊക്കെ കുറവാണോ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതൊക്കെ എരിയൊക്കെ കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഗരം മസാല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇത്രയെന്ന് പറയണതും കറക്റ്റാണ്, കാരണം ഇതാണ് ഹൈദരാബാദി ചിക്കൻ മസാല ഗ്രേവി എന്ന് പറയണത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അതായത് ഇത് കറക്റ്റാണ്. ഇപ്പം ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ ഈ ഒരു ഗ്രേവി മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടേസ്റ്റും ഈ ഒരു കണ്ടീഷനിൽ കറക്റ്റാണ്. അപ്പം ഞാൻ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേവി സ്റ്റൈലിലും കുറച്ച് കറിയായിട്ടും കാണിക്കുന്നുണ്ട്, കുറച്ചുകൂടെ കറിയായിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിനകത്തുനിന്നൊരു പകുതി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കി നമുക്ക് കുറച്ച് കറിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഗ്രേവി സ്റ്റൈലിലെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനും, ഒന്നും വേറെ അഡീഷണൽ ഒന്നും ചേർക്കണ്ട. അപ്പം ഞാനിതിൽ നിന്ന് ഒരു പകുതി പോർഷൻ മാറ്റിയെടുക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഉച്ചയ്ക്ക് കറിയായിട്ടുള്ളത് രാത്രി ചപ്പാത്തിയുടെ കൂടെ ഈ മാറ്റി വെക്കുന്നവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി മല്ലിയിലയും പുതിനയും കൂടെ മിക്സ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി പോർഷൻ അത് ഞാൻ ചേർക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഒരു 6 കാഷ്യൂനട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 എണ്ണയേ ഉള്ളൂ, 5-6 മതി. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിനകത്തോട്ട് ഒരു ഒറ്റ ടേബിൾ സ്പൂൺ പിന്നെ കോക്കനട്ട് കൂടെ ചേർക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ്റെ അതല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഗ്രേവിയാക്കി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ഇത് ഈ ചിക്കൻ്റെ കറിയിലോട്ട് നമുക്ക് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ അഡീഷണലായിട്ട് ഈ ഗ്രേവിയും കൂടെ ചേർത്തല്ലേ, അപ്പം ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ മസാല, ആ മസാലയ്ക്കകത്തുനിന്ന് ഒരു ശകലം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഗ്രേവി ചേർത്തപ്പോഴത്തേക്ക് ടേസ്റ്റ് ഒന്ന് കുറച്ച്, അതായത് അതിൻ്റെ ആ ടേസ്റ്റ് കുറച്ചൊന്ന് കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞാൻ ആ ഇത്തിരി മസാല ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പൊടിച്ച് വെച്ചിരുന്നതിനകത്തുനിന്ന്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചൊരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ, കാരണം നമ്മൾ ഗ്രേവി ചേർത്തതല്ലേ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് നമ്മുടെ മസാല ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കാഷ്യൂ കോക്കനട്ടിൻ്റെ ആ ഗ്രേവി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹൈദരാബാദി ചിക്കൻ കറി സ്റ്റൈലിലുള്ളതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റൈസിൻ്റെ കൂടെയും, അതായത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്ത് ഡിഷിന് വേണ്ടിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കറി ഇത്രയേ ഉള്ളൂ. ഗ്രേവി നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തും കുറച്ച് പുതിനയിലും മല്ലിയിലും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് ഈ കറിക്കകത്തും ഇത് രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളുടെ ഡിഷ് രണ്ടും റെഡി ആയിട്ടുണ്ട്.
മുമ്പ് മാറ്റി വെച്ചതും പിന്നെ കറിയാക്കിയതുമായ രണ്ട് ടൈപ്പിലുള്ളത് ഞാൻ സെർവിങ് പ്ലേറ്റിലിട്ട് മാറ്റിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. താങ്ക്സ് ഫോർ വാച്ചിങ്.